ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ലേസ്റ്റ് വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയ ഒരു ബംഗാളി ഡിഷാണ്. അതിനെ നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും പറയുക. ഇനി നമുക്ക് വഴുതനങ്ങ ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വഴുതനങ്ങ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള വഴുതനങ്ങ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തൈരിന്റെ പുളിക്കനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വഴുതനങ്ങയിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചെടുക്കണം. താളിക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി 3 വറ്റൽമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വഴുതനങ്ങ റെസിപ്പിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബംഗാളി ഡിഷ് നമ്മൾ നല്ല മലയാളി ഡിഷാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ വഴുതനങ്ങ ഉണ്ടാക്കുന്നതെങ്കിൽ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള ഈസി റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം.